പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഡി മണി പ്രതികരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. തനിക്ക് പോറ്റി അറിയില്ല, തൻ്റെ അക്കൗണ്ട് അടക്കം പരിശോധിച്ചു, എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്, പടിപടിയായുള്ള വളർച്ചയാണ് തനിക്കുണ്ടായിട്ടുള്ളത്, താൻ ചെറിയ ബിസിനസ്സുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുകൂടിയാണ് കരഞ്ഞുകൊണ്ട് ഡി മണി പറയുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും, കേരളത്തിൽ വരാൻ ആവശ്യപ്പെട്ട ദിവസം പോവുകയും ചെയ്യും, ഫോൺ അടക്കം മുഴുവൻ പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ ഡി മണി പറയുന്നത്. അഷ്കറുണ്ട്. അഷ്കർ, ഇപ്പോൾ ഡി മണിയുടെ പ്രതികരണമാണോ നമ്മൾ കണ്ടത്? പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ്. ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് ഡി മണി ആവർത്തിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നിഷേധിക്കാനാണ് ഡി മണി ചെയ്യുന്നത്. മാത്രമല്ല, ഡി മണി പറയുന്നൊരു കാര്യം, തന്നെ മോശമായി ചിത്രീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടോ ഈ കേസുകളുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ഒരു ഫോൺ നമ്പറിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് തൻ്റെ അടുക്കിലേക്ക് വന്നത്. അതിൻ്റെ വിവരങ്ങൾ താൻ പറയുകയും ചെയ്തു. തന്നിൽ നിന്ന് ഒരു രേഖകളോ ഒന്നും തന്നെ എസ് ഐ ടി കളക്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. താൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, തന്നെ ഇനിയും ഇങ്ങനെ വേട്ടയാടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വികാരാതീതനായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നിന്ന് മണി മടങ്ങുകയും ചെയ്തത്. ഒരു ഘട്ടത്തിലും തനിക്ക് കേസുമായി ബന്ധമില്ല, താൻ കേരളത്തിലേക്ക് അധികം വന്നിട്ടില്ല. ആകെപ്പാടെ വന്നത് ഒന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ബലികർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് താൻ കേരളത്തിലേക്ക് വന്നത്. അതിനുശേഷം താൻ അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ടില്ല. കേരളമായോ കേരളത്തിലെ ആളുകളുമായോ തനിക്ക് ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ല. അങ്ങനെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളുമായി ഒന്നും തന്നെ തനിക്ക് ബന്ധമില്ല എന്നാണ് മണി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്കും പ്രധാനമായി മണി പറഞ്ഞ മറ്റൊരു കാര്യം ഇന്നലെ സംശയം, അതിൽ ഡി മണി എന്താണ് വിശദീകരിക്കുന്നത്? അത് പറയുന്നത്, ഡി മണി പറയുന്നത്, മൂപ്പര് ഉറ്റ സുഹൃത്തായിട്ടുള്ള നൻപനായിട്ടുള്ള ബാലമുരുകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ബാലമുരുകൻ്റെ പേരിലുള്ള ആ സിമ്മാണ് താൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചതിലും ഒരു പ്രശ്നമില്ല. ബാലമുരുകൻ സാധാരണക്കാരനായ ആളാണ്. ഇവിടുന്ന് ഈ നാട് വിട്ട് ദൂരേക്ക് ഒരിടത്തേക്കും സഞ്ചരിക്കുക പോലും ചെയ്യാത്ത വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബാലമുരുകൻ. അതുകൊണ്ട് തന്നെ ബാലമുരുകനും ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല. താനും അത്ര വലിയ പണക്കാരനൊന്നുമില്ല. മുമ്പ് കാലത്ത് ഓട്ടോറിക്ഷ ഓടിച്ച വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമാണ്, അതിൻ്റെ ഡീലുകൾ മാത്രമാണ് താൻ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക വളർച്ച താൻ തേടിയിട്ടില്ല. താനൊരു സാധാരണക്കാരനാണ് എന്നാണ് ആവർത്തിച്ചുകൊണ്ട് മണി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡി മണി എന്നുള്ളത് ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് ഡി മണിയല്ല, താൻ ബാലസുബ്രഹ്മണ്യമാണ്. തന്നെ വിളിക്കുന്ന പേര് MS മണി എന്നുള്ളതാണ്. താൻ ഡി മണിയല്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. നിങ്ങളെ എൻ്റെ പേര് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ എന്നാണ് മണി തിരിച്ചു ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മണി പറയുന്ന മറ്റൊരു കാര്യം, ഈ വിരുദ്ധനഗറിലുള്ള ശ്രീകൃഷ്ണനുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം ഇന്നലെ SIT സംഘം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഫോൺ കോളുകൾ വഴി ബന്ധപ്പെട്ടതിൻ്റെ CSR രേഖകളടക്കം CDR രേഖകളടക്കം SIT സംഘം ശേഖരിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ, വിരുദ്ധനഗറിലുള്ള ശ്രീകൃഷ്ണനുമായും തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധങ്ങളില്ല, മലയാളികളുമായി ബന്ധങ്ങളില്ല, കേരളവുമായി വലിയ ബന്ധങ്ങളില്ല. ശബരിമലയിലേക്ക് ഭക്തൻ എന്ന നിലയിൽ വന്നിട്ടുണ്ടാകും, അതിനപ്പുറത്തേക്ക് ശബരിമലയിലേക്കും താൻ വന്നിട്ടില്ല. അങ്ങനെ മറ്റൊരു തരത്തിലും ഈ കേസുകളുമായി, ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിഗ്രഹകടത്ത് കേസുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല. താൻ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് പോലും അറിയില്ല എന്നാണ് മണി പറയുന്നത്. അതിനോടൊപ്പം തന്നെ SIT സംഘം തന്നോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 30-ാം തീയതി തിരുവനന്തപുരത്ത് എത്തി SIT സംഘത്തിന് മുന്നാകെ ഹാജരാകുമെന്ന് കൂടി മണി പറയുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കലിന് ശേഷം നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ റിപ്പോർട്ടിനോട് തന്നെ മണി പറഞ്ഞത് തന്നെ അങ്ങനെ SIT സംഘം വിളിച്ചിട്ടില്ല, ഇനി കാണണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല, തന്നോട് ക്ഷമ പറഞ്ഞ് പോവുകയാണ് ചെയ്തതെന്നാണ് SITയുടെ മൊഴിയെടുക്കലിന് ശേഷം റിപ്പോർട്ടിനോട് തന്നെ മണി വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ മണി പറയുന്നത് തന്നോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, 30-ാം തീയതി ഞാൻ പോകും, താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് താൻ പോകുന്നത്. കാരണം തനിക്കെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള മോശമായ പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി പോകും, കാര്യങ്ങളൊക്കെ തന്നെ SIT സംഘത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മണി ആവർത്തിച്ച് പറയുകയും ചെയ്തത്. ഒരു ഘട്ടത്തിൽ താൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വികാരാതീതനായി തന്നെ പറയുകയും ചെയ്തു. ശരി, ഹരിമോഹനിലേക്ക് കൂടി. ഹരിമോഹൻ, SITക്ക് മുന്നിൽ ഹാജരാകും, പക്ഷേ തനിക്കൊന്നും അറിയില്ല, തനിക്ക് പോറ്റിയെ അറിയില്ല എന്നുള്ള കാര്യമാണ് ഡി മണി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. SITയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഹരിമോഹൻ? ഈ പൂർണ്ണമായും നിഷേധിച്ച കാര്യങ്ങൾ വരുമ്പോൾ SITക്ക് ഇത് ആ മണി തന്നെയെന്ന് ബോധ്യപ്പെടുകയാണോ?
സ്മൃതി, SITയുടെ മുൻപിൽ ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള മൊഴിയിൽ പറയുന്ന മണി ആരാണ് എന്നുള്ള കാര്യം. അത് SIT ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ സ്ഥിരീകരിച്ചു. അതായത് ഈ മൊഴിയെടുപ്പ് നടന്നതിന് ശേഷം ഈ മണിയുടെ ദൃശ്യങ്ങൾ ഈ പ്രവാസി വ്യവസായിക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് പ്രവാസി വ്യവസായി പറയുന്നത് തന്നോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച, വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച, ഡിണ്ടിഗലിൽ വെച്ച് താൻ നേരിട്ട് കണ്ടിട്ടുള്ള മണി ഇന്നലെ SIT മൊഴിയെടുത്തിട്ടുള്ള, അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള അതേ മണി തന്നെയാണ് എന്നുള്ള കാര്യം SIT ഇന്നലെ തന്നെ പ്രവാസി വ്യവസായിയോട് ചോദിച്ച് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് SIT തുടർന്ന് ഒരു നോട്ടീസ് നൽകുകയും ഹാജരാകണം, അതായത് തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് ഹാജരാകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണി തന്നെ 30-ാം തീയതി വരും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത്. SITയുടെ മുമ്പിൽ പ്രവാസി വ്യവസായി പറയുന്ന മൊഴിക്ക് അത്രത്തോളം ആധികാരികതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മണിയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലേക്ക് കൂടി എത്തിയത്. കാരണം മണിയെ ഇന്നലെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിലൊക്കെ തന്നെ മണി പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് കുറേയധികം വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇയാളുടെ ഒരു വലിയ വളർച്ച, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇയാൾക്കുണ്ടായിട്ടുള്ള വലിയൊരു സാമ്പത്തികമായിട്ടുള്ള വളർച്ച, ഒപ്പം തന്നെ സാമ്പത്തിക സ്രോതസ്, ഇതൊക്കെ തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഒരാളുകളെയും തങ്ങൾ ഫോട്ടോ കാണിച്ച SIT പറയുന്നത് പോറ്റി അടക്കം ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായിട്ടുള്ള, ഒപ്പം തന്നെ ശ്രീകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ ഫോട്ടോകളൊക്കെ ഇന്നലെ കാണിച്ചിരുന്നു. ഇവരൊന്നും തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് ഈ മണി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഇന്നലെ മൊഴിയെടുത്തിട്ടുള്ള ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി SITക്ക് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണ്ടതുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ കസ്റ്റഡിയിൽ, അതായത് ഒരു കസ്റ്റഡി എന്നുള്ള ഒരു ഔദ്യോഗിക രൂപത്തിലല്ല, മറിച്ച് തങ്ങളുടെ ഓഫീസിൽ, ക്യാമ്പ് ഓഫീസിൽ ഇയാളെ നേരിട്ട് കിട്ടേണ്ടതുണ്ട്. അങ്ങനെ അവിടെ വെച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് SITയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഡി മണിയോട്, അല്ലെങ്കിൽ SIT ഡി മണി എന്ന് കരുതുന്ന ആളോട് ഈ 30-ാം തീയതി വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അയാൾ വരാം എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇയാളോട് ചില രേഖകൾ കൂടി കൊണ്ടുവരണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇതെല്ലാ കാര്യങ്ങളും മണി നിഷേധിക്കുകയാണ്. പക്ഷേ SIT പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നേരിട്ട് ഹാജരാക്കേണ്ടതുണ്ട്, അവ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസം നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ഈ പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. അതുകൂടാതെ പ്രവാസി വ്യവസായിയെയും സ്വതന്ത്രമായിട്ട് തന്നെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. കാരണം ഈ ദൃശ്യങ്ങൾ കാണിച്ച് സ്ഥിരീകരിക്കുന്ന സമയത്ത് തന്നെ SITയുടെ മുമ്പിൽ മറ്റു ഓപ്ഷൻ ഇല്ല. കാരണം പ്രവാസി വ്യവസായിയാണ് ആ മൊഴി തുടക്കം മുതൽക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യമായി വെളിപ്പെടുത്തിയത് എന്നതുകൊണ്ട് തന്നെ ഡി മണി ഇയാൾ തന്നെയാണ് എന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചതോടുകൂടി SITക്ക് ഇയാളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിട്ടാണ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത ദിവസം ചോദ്യം ചെയ്യൽ നടക്കുക. സ്മൃതി, ശരി. ഹരിമോഹനും അഷ്കറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.